ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തണം. ഏതായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ടതിന് ശേഷം ബാക്കി പറയാം. ഹലോ, അസ്സലാമലൈക്കും. രാവിലെ വിളിച്ചെന്തോ സങ്കടം പറഞ്ഞു. ഞാൻ കുട്ടിയുടെ സ്വപ്നം കണ്ടപ്പോ വിളിച്ചത്, സൗണ്ട് കേൾക്കണം തോന്നിയപ്പോ. വിഷമിക്കണ്ടോ? ഉമ്മച്ചി ഇതായിരുന്നാ മതി. ഉമ്മച്ചി വിഷമിക്കണ്ടോ? എന്റെ കുട്ടി നല്ല പഠിക്കാനോ നാട്ടില് വേണ്ട നോക്കണ. ഞാൻ കണ്ടത് അപ്പൊ ഉറക്കത്ത് കണ്ടത്. നിന്റെ കുട്ടി അവിടെ ഇവിടെ ഒന്നും കയറിയിരുന്നിട്ടാ. നിന്റെ കുട്ടീന്റെ സൗണ്ട് ഒന്ന് കേൾക്കാന്ന് വെച്ചിട്ട് പൂജ വേറെ കുഴപ്പമൊന്നുമില്ല. ഉമ്മച്ചി എന്ത് സങ്കടം പറഞ്ഞുതരുമോ? ഉമ്മച്ചി എന്ത് സങ്കടം പറഞ്ഞാന്ന് പറഞ്ഞുതരുമോ? അതന്നെ ഞാൻ പറഞ്ഞത്, സങ്കടം പറഞ്ഞ അതന്നെയാണ്. കുട്ടി കുതിരെ സ്വപ്നം കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് വിളിച്ചത്. വേറെ സങ്കടം പറയാം. എന്റെ കുട്ടി നല്ല കുട്ടിയല്ലേ, നല്ല പഠിക്കൂലേ? ആ പിന്നെ ചട്ടോ, മുക്കിനൊക്കെ ചട്ടോ. ഉമ്മച്ചി സങ്കടം പറഞ്ഞ ഞാൻ ഇൽമ പഠിക്കുന്ന കുട്ടിയല്ലേ, അവളെ കാവലുണ്ടാവും. ആ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. കുട്ടിയെ നല്ല കുട്ടിയാകട്ടെ പഠിച്ചു. ഇതാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത വേഷവും അവരുടെ കാഴ്ചപ്പാടിലെ മദ്രസ പൊട്ടന്മാരും മദ്രസ കുണ്ടന്മാരും. അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെയാണോ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്? അല്ലാതെ അവിടെ പഠിപ്പിക്കുന്നത് ഭീകരവാദവും തീവ്രവാദവും വർഗീയതയും ഒന്നുമല്ല. ഈ പ്രായത്തിലുള്ള കുട്ടികൾ സ്വന്തം മാതാപിതാക്കളെ തെറി വിളിച്ച് നടക്കുന്ന സമയത്ത് ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടി അവന്റെ ഉമ്മയോട് സംസാരിക്കുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ? എത്രത്തോളം സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബഹുമാനത്തോടെയും താഴ്മയോടെയുമാണ് സ്വന്തം മാതാവിനോട് സംസാരിക്കുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും മദ്രസയിലൊന്ന് പോകണം. അല്ലാതെ മദ്രസയെ വിമർശിക്കാൻ നടക്കുന്നവരുടെ നാവിൽ നിന്നുമല്ല മദ്രസയെ വിലയിരുത്തേണ്ടത്. ഒരു മദ്രസാ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അവന് ജന്മം കൊടുത്ത മാതാപിതാക്കളോട് പെരുമാറേണ്ട രീതിയും സമൂഹത്തോട് പെരുമാറേണ്ട രീതിയുമാണ്. സ്വന്തം മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കണമെന്നും അത് കർശനമായി പാലിക്കണമെന്നും വളരെ കൃത്യതയോട് പഠിപ്പിക്കുന്ന ഒരു സിലബസ് അത് മദ്രസ സിലബസ് മാത്രമാണ്. ഇത്രയും മനോഹരമായ ഒരു വീഡിയോ കണ്ടിട്ട് പോലും അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് മോശം കമന്റ് ഇടുന്ന ആളുകളോട് എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അവർ ചെയ്യുന്നത് അത് തെറ്റാണെന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ടും അവർ വന്ന് മോശം കമന്റ് ഇടും. കാരണം ആ മോശം കമന്റ് ഇട്ടാൽ അവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടാവും, കിട്ടിക്കോട്ടെ. പിന്നെ മോശം കമന്റ് ഇടാൻ വേണ്ടി മാത്രം വരുന്നവരോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ ഗുണനിലവാരം അറിയണമെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വൃദ്ധസദനങ്ങൾ ഒന്ന് പോയി കണ്ടാൽ മതിയാവും. ആ വൃദ്ധസദനങ്ങളിൽ മക്കളെ നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളിൽ അധികവും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മദ്രസയിൽ പഠിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന്. സ്വന്തം മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണം, അവർ വൃദ്ധസദനങ്ങളിൽ കഴിയേണ്ടവരല്ല എന്ന് ഒരു താക്കീതായി തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം മാതാപിതാക്കളുടെ കുറവ് വളരെ 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 കുറവാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികൾ ഒരു വിഭാഗത്തിന്റെ കണ്ണിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിലും മദ്രസ കുണ്ടന്മാരാണെങ്കിലും ഞങ്ങൾ അഭിമാനത്തോടുകൂടി തന്നെ പറയും ഞങ്ങൾ അത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് വലുത്. അവർ വൃദ്ധസദനങ്ങളിൽ അന്തി ഉറങ്ങേണ്ടവരല്ല.